നമസ്കാരം. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുമായി 2 പ്രത്യേക വിമാനങ്ങൾ കൂടി യുഎസിൽ നിന്ന് പുറപ്പെട്ടു. പഞ്ചാബിലെ അമൃത്സറിലായിരിക്കും ഈ വിമാനങ്ങൾ പറന്നിറങ്ങിയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യോമയാന ബ്യൂറോയ്ക്ക് രേഖാമൂലം അയച്ച അറിയിപ്പിൽ പറയുന്നു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനധികൃത കുടിയേറ്റക്കാരുടെ വിഷയം ഉന്നയിക്കുകയും അനധികൃതമായി യുഎസിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുണ്ടെങ്കിൽ അവരെ തിരിച്ചെടുക്കാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും അറിയിച്ച പശ്ചാത്തലത്തിലാണ് 2 വിമാനങ്ങൾ കൂടി പുറപ്പെട്ടത്. നാടുകടത്തപ്പെട്ട 119 പേരുമായി ആദ്യ വിമാനം ഫെബ്രുവരി 15-ന് രാത്രി 10:05-ന് അമൃത്സറിൽ പറന്നിറങ്ങും. രണ്ടാമത്തെ വിമാനം ഫെബ്രുവരി 16-ന് രാത്രിയിലും എത്തും. ആദ്യ വിമാനത്തിൽ പഞ്ചാബിൽ നിന്നുള്ള 67 പേരും ഹരിയാനയിൽ നിന്നുള്ള 33 പേരും ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 19 പേരുമാണുള്ളത്. വിമാനത്തിലെത്തുന്നവരെ സ്വീകരിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതായി എയർപോർട്ട് അധികൃതരും പ്രാദേശിക ഭരണകൂടവും വ്യക്തമാക്കി. ഇത് 2ാം വട്ടമാണ് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരുമായുള്ള വിമാനം അമൃത്സറിൽ ഇറങ്ങുന്നത്. അതേസമയം ശനിയാഴ്ച ഇന്ത്യയിലെത്തുന്നത് സൈനിക വിമാനമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അമേരിക്ക തിരിച്ചയച്ച 104 ഇന്ത്യക്കാരുമായി യുഎസ് സൈനിക വിമാനം C-17 കഴിഞ്ഞയാഴ്ചയാണ് പഞ്ചാബിലെ അമൃത്സറിൽ ഇറങ്ങിയത്. ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ലാൻഡിംഗ്. പഞ്ചാബിൽ നിന്ന് 30 പേർ, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്ന് 33 പേർ വീതം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് 3 പേർ വീതം, ഛത്തീസ്ഗഡിൽ നിന്ന് 2 പേരുമാണ് എത്തിയത്. അമേരിക്ക നാടുകടത്തുന്ന ആദ്യ ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സംഘമായിരുന്നു ആ വിമാനത്തിൽ മടങ്ങിയെത്തിയത്. സൈനിക വിമാനത്തിൽ കൈവിലങ്ങ് വെച്ചാണ് തങ്ങളെ തിരിച്ചെത്തിച്ചതെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ വെളിപ്പെടുത്തിയിരുന്നു. കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ്ങ് വെച്ചെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു. ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും തിരിച്ചെത്തിയവർ കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെ വലിയ വിമർശനങ്ങളും ഉയർന്നിരുന്നു. പാർലമെന്റിൽ ഈ വിഷയം വലിയ ഒച്ചപ്പാടുണ്ടാക്കി. കൂടുതൽ അന്തസ്സുറ്റ രീതിയിൽ ഇന്ത്യൻ പൗരന്മാരെ മടക്കി അയക്കണമെന്ന് യുഎസ് അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മറുപടി നൽകിയിരുന്നു. 487 ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്താൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഈ ആഴ്ച ആദ്യം വ്യക്തമാക്കിയിരുന്നു. മടക്കി അയക്കുന്നവരുടെ എണ്ണം ഉയരാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ട്രംപും മോദിയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മനുഷ്യക്കടത്തിന്റെ സമ്പ്രദായം അവസാനിപ്പിക്കാൻ യോജിച്ച പരിശ്രമം വേണമെന്നാണ് മോദി മറുപടി പറഞ്ഞത്. അതേസമയം കൂടിക്കാഴ്ചയിൽ 2030 ആകുമ്പോഴേക്കും ഇന്ത്യയും യുഎസും തമ്മിൽ $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം ലക്ഷ്യമിടുന്നതായി മോദിയും ട്രംപും പ്രഖ്യാപിച്ചു. വികസനം, ഉൽപ്പാദനം, സാങ്കേതികവിദ്യ കൈമാറ്റം എന്നീ മേഖലകളിൽ സംയുക്തമായി 2 രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ യുഎസുമായി എണ്ണ വാതക വ്യാപാരം ശക്തമാക്കും. ആണവോർജ്ജ മേഖലയിലും സഹകരണം വിപുലമാക്കാനാണ് തീരുമാനം. അതേസമയം ഏറ്റവും ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് ട്രംപ് പറഞ്ഞു. ബിസിനസിന് സൗഹൃദ രാജ്യമല്ല ഇന്ത്യയെന്നും ട്രംപ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വൈറ്റ് ഹൗസിൽ വെച്ചായിരുന്നു മോദിയും ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പരസ്പരം വാനോളം പുകഴ്ത്തിയാണ് ഇരുവരും സംസാരിച്ചത്. അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഇന്ധനം വാങ്ങാനും കരാറായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുമായുള്ള ചർച്ചയിലും നികുതി തീരുമാനങ്ങളിലും ട്രംപ് ഇളവിന് തയ്യാറായിട്ടില്ല. അമേരിക്കയ്ക്ക് തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതേ നികുതി തിരികെ ചുമത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വ്യാപാര കാര്യത്തിൽ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണ് സഖ്യരാജ്യങ്ങളെന്ന് പറഞ്ഞ് ട്രംപ് ഇന്ത്യ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു. വികസനം, ഉൽപ്പാദനം, സാങ്കേതികവിദ്യ കൈമാറ്റം എന്നീ മേഖലകളിൽ സംയുക്തമായി ഇന്ത്യയും യുഎസും മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ യുഎസുമായി എണ്ണവാതക വ്യാപാരം ശക്തമാക്കും. ആണവോർജ്ജ മേഖലയിലും സഹകരണം വിപുലമാക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതെന്നും മോദി വ്യക്തമാക്കി.